ഹലോ, ഇന്ന് നമുക്ക് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? നമ്മുടെ റെഡ് റോസ് ഇത്രയും വലുതായിട്ടുണ്ട്. 2 റോസ് എന്തായാലും നല്ലതുപോലെ വലുതായിട്ടുണ്ട്. പിന്നെ ഒന്ന് കുറച്ചുകൂടി വലുതാവാനുണ്ട്. അതെന്തായാലും വിടർന്ന് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജെറേനിയ എല്ലാം നല്ലതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. ഇത് പിങ്ക് കളർ ജെറേനിയാണ്. 3 പ്ലാന്റാണ് ഞാൻ വാങ്ങിച്ചത്. 3ഉം 3 കളറെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയതെങ്കിലും പിടിച്ചപ്പോൾ 3ഉം ഒരേ കളറാണേ. നമ്മുടെ ആസ്റ്റർ ചെടിയെല്ലാം നല്ലതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. നന്നായിട്ട് ഹെൽത്തി ആയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ വയലറ്റ് ആസ്റ്ററാണ്. ഇതും നല്ല കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത് ഒരു പീച്ച് കളറിലെ ബഞ്ച് റോസാണ്. ഈ റോസിൻ്റെ പൂക്കളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ പുതിയ ബഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷൂട്ടിൽ മാത്രമല്ല, അതിൻ്റെ താഴത്തുള്ള ഷൂട്ടുകളിലും ഒക്കെ ബഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു റോസാണ് ഇത്. പിന്നെ ഇത് ഞാൻ ബട്ടർ ബീൻസിൻ്റെ 3 വിത്തുകൾ കിളിപ്പിക്കാനിട്ടതാണ്. 2 പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വലുതായിട്ട് വല്ല ചാക്കിലോ ഗ്രോ ബാഗിലോ മാറ്റണം. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് മാർക്കറ്റിൽ പോയപ്പോൾ. അപ്പോൾ അതിന്ന് 2 മൂത്ത 2 നോക്കി ഞാൻ കിളിപ്പിക്കാനിട്ടാൽ കിളിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇട്ടതാണെങ്കിൽ കിളിർത്തിട്ടുണ്ട്. പിന്നെ ഇത് അരൂത എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ്. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പൂക്കളൊക്കെ വന്ന് സീഡായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ അങ്ങനെ നിർത്താവോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ 50 രൂപയ്ക്ക് 5 ജമന്തിയുടെ പ്ലാന്റ് വാങ്ങിച്ചതാണ്. 50 രൂപയ്ക്ക് 5 അല്ല, 1-ന് 50 വീതം റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ 3 പോയിട്ടുണ്ട്. 2 പോയിട്ടുണ്ട്, 3 പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇത് റെഡ് റോസ് ആണ്. അത് എത്ര കാണിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല. അതേപോലെ തന്നെയാണ് ജെറേനിയും. എത്ര വീഡിയോ എടുത്തിട്ടും എനിക്കത് മതിയാവുന്നില്ല. ഞാൻ രാവിലെ മുതലേ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പം എടുത്തിട്ടും മതിയാവാതെ വന്നതാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഈ ആസ്റ്ററിൻ്റെ ഏകദേശം ലൈഫ് കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് നോക്കണം. ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കണം. എന്നിട്ടും ആ ഒരു ഫ്ലവർ വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർത്താതെ വിചാരിച്ചിട്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ സീഡിനായിട്ട് നിർത്തണം. എന്നിട്ട് സീഡ് അടുത്ത തവണ കിളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസാണ്. വളരെ ശോഷിച്ചൊരവസരമാണ് എൻ്റെ കിട്ടിയത്. 2 പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2ഉം ഞാൻ പ്രൂൺ ചെയ്തിട്ട് അതിൽ സാഫൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിപ്പോൾ മുളച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നസ്ട്രോഷ്യത്തിൻ്റെയാണ്. വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അതാണ് ഇങ്ങനൊരു ഇലയിലൊക്കെ ചെറിയൊരു ഡോട്ട് പോലൊക്കെ കാണുന്നത്. ഇത് ഡെയ്സിയാണ്. 3 ഡെയ്സി വാങ്ങിച്ചു വെച്ചാൽ 1 ഡെയ്സിയാണ് പിടിച്ചത്. അതിന് ഫ്ലവർ അറിയണമെങ്കിൽ അതിന് വിരിയണം. എന്തായാലും മുട്ട് വന്നിട്ടുണ്ട്. ഇത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് കാന്താരി കിളിപ്പിക്കാനിട്ടതും അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ഇതിനെ വേലിച്ചീര എന്നാണ് പറയുന്നത്. എല്ലായിടത്തും എന്താ പറയുന്നത് അറിയില്ല. അതും മുളച്ചിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ മാറ്റി നടണം. പിന്നെ എൻ്റെ കുറച്ച് ആമ്പലുകളാണ്.